സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 6. കളപ്പരയ്ക്കുള്ളിൽ നിന്ന് ചീന്തിക്കീറിയതും ചോര പുരണ്ടതുമായ കുറേ വസ്ത്രഭാഗങ്ങൾ പോലീസ് കണ്ടെടുത്തു. കല്യാണി ധരിച്ചിരുന്ന പാവാടയും ബ്ലൗസും മറ്റുമായിരുന്നു അവ. ഇതിനിടയിൽ ആംബുലൻസ് എത്തി. മണിയുടെ ജഡം അതിൽ കയറ്റി. പോസ്റ്റ്മോർട്ടത്തിനായി അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ദിനേശിനെ ജീപ്പിനടുത്തേക്ക് പോലീസ് നടത്തിക്കൊണ്ടുപോയി. പറമ്പിലും റോഡിലും കൂടി നിന്നിരുന്ന ജനങ്ങൾ അവനെ കൂക്കി വിളിക്കുകയും പരിഹാസവാക്കുകൾ വിളിച്ചു പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്തു. പോലീസ് ദിനേശിനെ ജീപ്പിൻ്റെ പിൻസീറ്റിൽ കയറ്റിയിരുത്തി ടാർപോളിൻ താഴ്ത്തി. പോലീസ് വാഹനങ്ങൾ മുന്നിലും ആംബുലൻസ് പിന്നിലുമായി അവർ പനങ്ങാട്ടിരി ജംഗ്ഷൻ വിട്ടു. അപ്പോഴേക്കും എല്ലായിടത്തും ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു. പോലീസ് വണ്ടികളും ആംബുലൻസും കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെത്തി. SI സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. ജീപ്പിനുള്ളിൽ നിന്നും കോൺസ്റ്റബിൾമാർ ദിനേശനെ വിലങ്ങുകളോടെ ഇറക്കിക്കൊണ്ടുവന്നു. ലോക്കപ്പ് ചെയ്തേക്ക് SI നിർദ്ദേശിച്ചു. ലോക്കപ്പിൻ്റെ വാതിൽ തുറന്ന് പോലീസുകാർ ദിനേശനെ അകത്തേക്ക് തള്ളി. 2ാം നിലയുടെ നീളൻ വരാന്തയിൽ നിന്ന് മീനാക്ഷി ആശങ്കയോടെ ആശുപത്രി മുറ്റത്തേക്ക് നോക്കി. രോഗികളും സന്ദർശകരും വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. കല്യാണി എത്തേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. കോർട്ട് റോഡിലൂടെ നിറഞ്ഞൊഴുകുന്ന വാഹനനിരകൾക്കിടയിലൂടെയും മീനാക്ഷിയുടെ കണ്ണുകൾ നീണ്ടു. സ്കൂളുകളും ഓഫീസുകളും വിട്ട സമയമായതിനാൽ റോഡുകളിലെല്ലാം അസാമാന്യമായ വാഹനത്തിരക്കും ആൾത്തിരക്കും. 5 വിളക്ക് ജംഗ്ഷനിൽ ട്രാഫിക് സ്തംഭിച്ചിരിക്കുന്നു. കോട്ടമൈതാനത്തിനരികിലൂടെയുള്ള റോഡിൽ ചലനമറ്റ പോലെ കിടക്കുന്ന ടൗൺ ബസ്സുകൾ. ഇതിലേതെങ്കിലും ഒരു ബസ്സിൽ കല്യാണി ഉണ്ടായിരിക്കുമെന്ന് മീനാക്ഷി പ്രതീക്ഷിച്ചു. നഗരസഭാ കാര്യാലയത്തിൻ്റെ മുകളിൽ വലിയ ക്ലോക്കിലേക്ക് അവൾ നോക്കി. ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കാണിച്ചിരിക്കുന്നു. കല്യാണി ഒരിക്കലും ഇത്രയും വൈകിട്ടില്ല. എന്തുകൊണ്ടാണ് അവൾ ഇനിയും വരാത്തതെന്ന് മീനാക്ഷി സങ്കല്പിക്കാൻ ശ്രമിച്ചു. വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായോ? എവിടെയെങ്കിലും വഴി തെറ്റിയോ? അവൾക്ക് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞുവോ? ഉച്ച മുതൽ തുടങ്ങിയതാണ് അകാരണമായൊരു ആപത്സംഗ. ഇവിടുന്ന് തനിയെ പനങ്ങാട്ടിരിയിൽ പോയി വന്നുകൊണ്ടിരുന്നവളാണ്. വഴിതെറ്റിപ്പോയാൽ തന്നെ പതറുന്നവളല്ല കല്യാണി. ധൈര്യശാലിയാണ്. വീണ്ടും മീനാക്ഷിയുടെ കണ്ണുകൾ ആശുപത്രി ഗേറ്റിൽ പരതി. ഇല്ല, കാണാനില്ല. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് തിരികെ പോന്നു. തീർത്തും അവശനിലയിലാണ് വാസുദേവൻ. മകൾ അരികെ വന്നിരുന്നതറിഞ്ഞ് അയാൾ പീളകെട്ടിയ കണ്ണുകൾ തുറന്നു. ദയനീയമായി മീനാക്ഷിയെ നോക്കി. അവൾ വന്നില്ലേ മോളെ? അയാൾ ഞരങ്ങി. ഇല്ലെന്ന് മീനാക്ഷി തലയാട്ടി. വൈകുമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലെന്നവൾ ചുമൽ കൂച്ചി. പിന്നെ എന്താ? എനിക്കറിയില്ല അച്ഛാ. വല്ല അപകടവും പറ്റിയോ ദൈവമേ? അതൊരു ദീനവിലാപമാണ്. അച്ഛൻ മിണ്ടാതെ കിടക്ക്. ബാക്കിയുള്ളവരുടെ ചങ്കിൽ തീയാം. അന്നേരം അച്ഛനും കൂടെ. മീനാക്ഷിയുടെ തൊണ്ടയിടറി. നീ എന്ന് അന്വേഷിച്ചു പോയാലോ? അവൾ ഒറ്റയ്ക്കല്ലല്ലോ. ദിനേശേട്ടനില്ലേ അവിടെ? അതാ ഒരു ധൈര്യം. മീനാക്ഷിക്കും അതാണ് ആശ്വാസം. ദിനേശേട്ടനുള്ളപ്പോൾ കല്ലുവിനൊരാപത്തും വരില്ല. വൃത്തിന് പക്ഷേ മനസമാധാനമായില്ല. സന്ധ്യയായതോടെ മീനാക്ഷിക്കും ഭീതിയേറി. ഇത്ര താമസിച്ചിട്ടില്ലല്ലോ ഒരിക്കലും. എന്തോ സംഭവിച്ചിട്ടില്ലേ? തലച്ചോറിൽ നിന്ന് അപായത്തിൻ്റെ മണിമുഴക്കം കേൾക്കുന്നില്ലേ? 5 or 6 തവണ അവൾ ഹോസ്പിറ്റൽ ഗേറ്റ് വരെ ചെന്ന് നോക്കി. ദിനേശേട്ടന് വല്ല ആപത്തും പിടിഞ്ഞുവോ? എന്നാലും ജീവനുണ്ടെങ്കിൽ ദിനേശേട്ടൻ അവളെ പറഞ്ഞയക്കാതിരിക്കില്ല. അല്ലെങ്കിൽ അവളെയും കൂട്ടി വരാതിരിക്കില്ല. വീണ്ടും ഒരിക്കൽ കൂടി അവൾ ആശുപത്രി ഗേറ്റിലെത്തി. കുറേ നേരം കാത്തുനിന്നു. വൈദ്യുതി വിളക്കുകൾ അണിഞ്ഞ നഗരം. മീനാക്ഷി തിരികെ എത്തിയപ്പോൾ വാസുദേവൻ ചോദിച്ചു, കണ്ടില്ല അല്ലേ? മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. നീ ഒന്നും കഴിച്ചില്ലല്ലോ മോളെ. ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിച്ചിട്ട് വാ. പേടിയോടെ മീനാക്ഷി അച്ഛനെ നോക്കി. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? കല്ലു വരില്ലെന്ന് അച്ഛൻ ഉറപ്പിച്ചോ? അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയി കഴിക്കാൻ പറയില്ലല്ലോ. ഭക്ഷണവും കൊണ്ടല്ലേ കല്ലു വരിക? അവൾ എപ്പോഴെങ്കിലും വരട്ടെ. നീ പോയി കഴിക്കേ. വിശന്നിരിക്കല്ലേ? ശരിയാണ്. രാവിലെ 3 ഇഡ്ഡലി തിന്നു. അതിനുശേഷം പച്ചവെള്ളമല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല. ദിനേശേട്ടൻ ഏൽപ്പിച്ചിട്ട് പോയ പൈസയിൽ അല്പം കൂടി ബാക്കിയുണ്ട് കയ്യിൽ. പക്ഷേ വിശപ്പ് കെട്ടുപോയിരിക്കുന്നു. അച്ഛന് കുടിക്കാൻ ചായയോ ജ്യൂസോ എന്തെങ്കിലും? ഒന്നും വേണ്ടെന്ന് അയാൾ കൈയനക്കി ആംഗ്യം കാട്ടി. മീനാക്ഷി അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. അപ്പോഴാണ് നേഴ്സിനോടൊപ്പം ഒരു പോലീസുകാരൻ തങ്ങളുടെ നേർക്ക് നടന്നു വരുന്നത് അവൾ കണ്ടത്. കൊല്ലങ്കോട് നിന്നും വന്ന വാസുദേവൻ എന്ന പേഷ്യൻ്റ് ഇതാണ്. നേഴ്സ് വാസുദേവനെ ചൂണ്ടിക്കാട്ടി ഹെഡ് കോൺസ്റ്റബിളിനോട് പറഞ്ഞു. ആരാണ് വാസുദേവൻ്റെ മകൾ? നീയാണോ? മീനാക്ഷിയെ നോക്കിക്കൊണ്ട് പരുഷ സ്വരത്തിൽ ഹെഡ് കോൺസ്റ്റബിൾ ചോദിച്ചു. അതെ, മീനാക്ഷി ഉൾഭീതിയോടെ പറഞ്ഞു. 2 പെൺകുട്ടികളുണ്ട്. നേഴ്സ് വെളിപ്പെടുത്തി.
പനങ്ങാട്ടിയിലെ കളത്തിൽ ഇന്നുച്ചയ്ക്കുണ്ടായിരുന്ന പെൺകുട്ടി നീയാണോന്നാ ചോദിച്ചേ. പോലീസുകാരൻ്റെ ഒച്ച കുറേ കൂടി പരുക്കനായി. അതിവളുടെ അനുജത്തിയായിരിക്കും. ഇവളെ ആശുപത്രിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നേ, നേഴ്സ് പറഞ്ഞു. നീ ഇന്ന് കളത്തിൽ പോയിരുന്നോ? ഹെഡ് കോൺസ്റ്റബിൾ ചോദിച്ചു. ഇല്ല. പിന്നെ ആരാ, നിന്റെ അനുജത്തിയാണോ പോയത്? അതെ. എന്താ അവളുടെ പേര്? കല്യാണി. കല്യാണിയോ? അവളെവിടെ? രാവിലെ കളത്തിലേക്ക് പോയതാ, ഇതുവരെ തിരിച്ചു വന്നില്ല. വാസുദേവൻ ഉൾക്കിടിലത്തോടെ പോലീസുകാരനെ നോക്കി. പോലീസിൻ്റെ അടുത്ത് കള്ളം പറയരുത്, ചവിട്ടി എല്ലൊടിക്കും ഞാൻ. പെണ്ണാണെന്നൊന്നും നോക്കില്ല, അയാൾ പല്ല് കടിച്ചു പറഞ്ഞു. മീനാക്ഷി വിരണ്ടുപോയി. ചോറ് കൊണ്ടുവരാൻ പോയതാ, ഇതുവരെ വന്നില്ല. അവൾക്ക് എന്തു പറ്റിയെന്നോർത്ത് പേടിച്ചിരിക്കുക ഞങ്ങൾ. മീനാക്ഷി തൊണ്ടയിടറി പറഞ്ഞു. ഒരു 10 തവണയെങ്കിലും ഇവിടെ റോഡിൽ പോയി നോക്കി, കണ്ടില്ല. എന്തു പറ്റിയോ ആവോ? വാസുദേവൻ ദീനസ്വരത്തിൽ അറിയിച്ചു. ഇവർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു, നേഴ്സ് പറഞ്ഞു. ആ കുട്ടിയെ ഇന്ന് പകലെങ്ങും കണ്ടതേയില്ല. 3 മണിക്ക് മുമ്പേ വരേണ്ടതാ, ഇപ്പോൾ 7:30 കഴിഞ്ഞു. മീനാക്ഷിക്ക് ആദി കയറിയിരുന്നു. അവൾ പറയുന്നത് സത്യമാണെന്ന് ഹെഡ് കോൺസ്റ്റബിളിനും തോന്നി. എന്താ സാറേ കാര്യം? വാസുദേവൻ അങ്കലാപ്പോടെ ചൊത്തിരക്കി. അപ്പോൾ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അറിയിക്കേണ്ടവർ അറിയിച്ചോളും. അയാൾ തിരിച്ചു നടക്കാൻ ഭാവിക്ക് രണ്ടും കൽപ്പിച്ച് മീനാക്ഷി ചോദിച്ചു. സർ, അവൾ എന്തു കുറ്റമാ ചെയ്തേ? അയാൾ അവളെ അടിമുടി നോക്കി. ഇവർ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? കൊല്ലംകോട് ദേശം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുറ്റം ചെയ്തത് അവൾ മാത്രമല്ല, അവനും കൂടി. മീനാക്ഷി അന്താളിച്ചു. മനസ്സിലായില്ലേ? ബലിക്കളം സുരേന്ദ്രൻ്റെ അനുജൻ മണിയെ ദിനേശൻ കൊന്നു. നിന്റെ അനുജത്തിയാണ് കൂട്ടുപ്രതി. അവനെ ഞങ്ങൾക്ക് കിട്ടി, അവളെയും പിടിക്കും. നാളെ സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ. ഭീഷണി പോലെ അത്രയും പറഞ്ഞിട്ട് ഹെഡ് കോൺസ്റ്റബിൾ നടന്നുപോയി. ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് മീനാക്ഷി. സ്നേഹധനനായ ദിനേശേട്ടനും നിഷ്കളങ്കിയായ കല്ലുമോളും കൂടി ഒരാളെ കൊലപ്പെടുത്തുക. എന്തിന്? അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശ്വാസം നിലച്ചതുപോലെ വാസുദേവൻ്റെ വായ തുറന്നു തന്നെയിരുന്നു. മീനാക്ഷി കുഴഞ്ഞ് നിലത്തേക്കിരുന്നു. കാൽമുട്ടുകളിലേക്ക് തല പൂഴ്ത്തി. കരച്ചിലിൽ അവളുടെ ഉടൽ ഉലഞ്ഞുകൊണ്ടിരുന്നു. ചിങ്ങഞ്ചിറയിലേക്ക് ടാർ റോഡ് തിരിയുന്ന ജംഗ്ഷൻ മുതൽ ആളുകൾ സംഘങ്ങളായി വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ജംഗ്ഷനിൽ 2 പോലീസുകാർ കാത്തു നിൽപ്പുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്നു. പോലീസുകാർ കൈ കാണിച്ചത് നിർത്തി. SI രാമനാഥനായിരുന്നു ജീപ്പിനുള്ളിൽ. പോലീസുകാർ ജീപ്പിൻ്റെ പിൻസീറ്റിൽ കയറി. ജീപ്പ് ചിങ്ങഞ്ചിറ ലക്ഷ്യമാക്കി ഓടി. കൂടുതൽ വിവരങ്ങൾ വല്ലതും കിട്ടിയ രാഘവ? രാമനാഥൻ തലയൽപ്പം ചെരിച്ച് കോൺസ്റ്റബിളിനോട് ചോദിച്ചു. ഇന്നലെ സന്ധ്യയ്ക്ക് ചിങ്ങഞ്ചിറയ്ക്ക് ഇപ്പുറത്ത് റോഡിൽ ഒരു പെണ്ണ് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത് കണ്ടവരുണ്ട്. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ആരുമില്ലായിരുന്നെന്ന അറിവ്. ഓട്ടോ ഡ്രൈവറോ? കൊല്ലംകോട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറാ. അവളെ ഇറക്കിയിട്ട് ഓട്ടോ അപ്പോൾ തന്നെ തിരിച്ചുപോയി. എന്നിട്ട്? ആ പെണ്ണ് ഒറ്റയ്ക്ക് ചിങ്ങഞ്ചിറയുടെ നേർക്ക് നടന്നു പോകുന്നത് ദൂരെ പാടത്ത് പണിയെടുത്തോണ്ടിരുന്ന തമിഴ്ത്തി പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ട്. ചിങ്ങഞ്ചിറയ്ക്കടുത്ത് ആൾതാമസമോ വീടുകളോ ഒന്നും ഇല്ലല്ലോ. ആകെയുള്ളത് പാടത്തേക്ക് മൺറോഡ് തിരിയുന്നിടത്ത് കൂണുപോലുള്ള 3-4 മൺകുടിലുകളാ. നാഗർകോവിലിന്ന് പാടത്തു പണിക്ക് കൊണ്ടുവന്ന് കുടി താമസിപ്പിച്ചിരിക്കുന്ന തമിഴര്. അവരാരും ഒന്നും കണ്ടിട്ടില്ല. സന്ധ്യ മയങ്ങിയാൽ പിന്നെ ചങ്ങഞ്ചിറയ്ക്ക് ആരും പോകാറുമില്ലല്ലോ. ടാറിട്ട പാത അവസാനിച്ചു. ഇനി മൺറോഡ്. ഇവിടെയും ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് ഇട്ട ഒരു കയറ്റം, ഇനി ഇറക്കം. താഴെ പടുകൂറ്റൻ ആൽവൃക്ഷങ്ങളുടെ ഇരുണ്ട നിഴലിൽ വലിയ ആൾക്കൂട്ടങ്ങൾ. പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് ജനം ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റി വഴിയുണ്ടാക്കി. കറുപ്പുസ്വാമി കോവിൽ എന്ന് വ്യവഹരിക്കപ്പെടുന്ന ആൽവൃക്ഷത്തിന് മുമ്പിൽ പോലീസ് ജീപ്പ് നിന്നു. കോവിൽ നടയിൽ വാടിയ നാക്കിലയിൽ ഒരു ചോരത്തളം. അതിനു മീതെ ആലിലത്തളിരും കൊങ്ങിണിപ്പൂക്കളും. ഒരു പിടി മുടി മുറിച്ച് ചോരയിൽ കുതിർത്ത് ചുരുളാക്കി വെച്ചിരിക്കുന്നു. അതിനപ്പുറം ആലിൻ്റെ വേടിൽ തൂക്കിയിട്ട കടലാസിൽ ചോരയിൽ വിരൽ മുക്കി എഴുതിയ അക്ഷരങ്ങൾ മീനുവക്ക. വഴിപാട് കഴിക്കാൻ കൊണ്ടുവന്ന് തൂക്കിയ ബൊമ്മകൾക്കും കളിവീടുകൾക്കും പാവകൾക്കുമിടയിൽ അതും കാറ്റിൽ കിടന്നിളകി. അതൊരു നേർച്ചക്കുരുതിയുടെ അടയാളമാണ്. ഫലപ്രാപ്തിക്ക് മുമ്പേ ബലികഴിക്കൽ നടന്നിരിക്കുന്നു. ഇത്തവണ മൃഗബലിയല്ല, സാക്ഷാൽ നരബലി. താഴെ ചിറയ്ക്കരികെ പോലീസ് കാവൽ നിൽക്കുന്നിടത്തേക്ക് SI രാമനാഥൻ നീങ്ങി. കാഴ്ച കാണാൻ തിരക്കിട്ടെത്തിയ ജനങ്ങൾ നിശബ്ദരായി. ചിറയുടെ കരയിൽ കല്ലൊതുക്കിൽ കൈ വെള്ളത്തിലേക്ക് താഴ്ത്തിയിട്ട് കമിഴ്ന്നു കിടക്കുന്ന ജഡം.
അഴിഞ്ഞിലഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് കിടുന്ന മുടിനാരികൾ ഓളമടിക്കുമ്പോൾ കരിമ്പായൽ പോലെ ഇളകി. എസ്.ഐ. രാമനാഥൻ ശിരസിൽ നിന്നും തൊപ്പിയെടുത്തു മാറ്റി. ഇന്നലെ പകൽ മാത്തൂര് വീട്ടിൽ നിന്നും പോയ രഘുവരൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. രഘുവരൻ മാത്രമല്ല, ചന്ദ്രബാബുവും ശ്രീനിവാസനും ഇന്നലെ മുതൽ മാത്തൂര് വീട്ടിലില്ല. ജാനകിയമ്മ ഇന്ന് റൈസ് മില്ലിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇന്നലെ മുതൽ അവർ ഒരു നടുക്കത്തിലെന്നോണം കഴിയുകയാണ്. തൻ്റെ വീട്ടിൽ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നൊരു ഉൾഭീതി അവരെ അലട്ടിക്കൊണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് അവർ ബലിക്കളം മണിയുടെ കൊലപാതക വാർത്ത അറിഞ്ഞത്. അപ്പോഴവർ മില്ലിലായിരുന്നു. കൊന്നത് തൻ്റെ ആങ്ങളയുടെ മകൻ ദിനേശനാണെന്ന അറിവ് ജാനകിയമ്മയെ ഞെട്ടിച്ചു കളഞ്ഞു. വാർത്തയറിഞ്ഞ 10 മിനിറ്റിനുള്ളിൽ ശ്രീനിവാസൻ കാറുമായി മില്ലിലെത്തി. ഇനി അമ്മ ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോകാം, ശ്രീനിവാസൻ കർശനമായി പറഞ്ഞു. ജാനകിയമ്മയെ കാറിൽ കയറ്റി വീട്ടിലെത്തിച്ച ശേഷം ശ്രീനിവാസൻ പറഞ്ഞു, അമ്മ പുറത്തിറങ്ങണ്ട, ആളുകൾ ഓരോന്ന് പറയും, അതിനൊന്നും ചെവി കൊടുത്തേക്കരുത്. മോനെ, ദിനേശൻ്റെ കാര്യം ഗോപി വല്ലതും അറിഞ്ഞോ ആവോ? അവനിതെങ്ങനെ സഹിക്കും? ദിനേശൻ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവൻ്റെ കാര്യം ഗോപിമാമൻ നോക്കിക്കോളും. അമ്മ അതൊന്നും ഓർത്ത് തല പുകയ്ക്കണ്ട. ശ്രീനിവാസൻ പിന്നെ ചന്ദ്രബാബുവിനെ വിളിച്ച് മുറിയിൽ കയറ്റി വാതിലടച്ചു. അതിനകത്ത് എന്തോ രഹസ്യഭാഷണം നടക്കുന്നുണ്ടെന്ന് മാത്രം ജാനകിയമ്മ അറിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ കാറിൽ കയറി സ്ഥലം വിട്ട ചന്ദ്രബാബുവും ശ്രീനിവാസനും ഇന്ന് കാലത്തും തിരിച്ചെത്തിയിട്ടില്ല. ജാനകിയമ്മ ഇതിനിടെ ഗോപിനാഥനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. ആ ഫോണിൻ്റെ സേവനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന അറിയിപ്പാണ് കിട്ടിയത്. രാത്രിയിൽ ശ്രീനിവാസൻ വീട്ടിലേക്ക് ഫോണിൽ വിളിച്ചിരുന്നു. കൃഷ്ണകുമാരിയുമായി അല്പനേരം സംസാരിച്ചു. കൃഷ്ണകുമാരി ഫോൺ വെച്ച് കഴിഞ്ഞ് ജാനകിയമ്മ അവളെ സമീപിച്ച് ചോദിച്ചു, ശ്രീനി എന്തു പറഞ്ഞു മോളെ? ദിനേശൻ്റെ കാര്യം കുഴപ്പത്തിലാകുമോ? അമ്മയ്ക്ക് ദിനേശൻ്റെ കാര്യം ഓർത്തിട്ടാ വിഷമം അല്ലേ? കൃഷ്ണകുമാരി മൂർച്ചയോടെ ചോദിച്ചു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമല്ല, മക്കൾ വരുമ്പം നേരിട്ട് ചോദിച്ചാൽ മതി. ജാനകിയമ്മ അമ്പരന്നു പോയി. കൃഷ്ണകുമാരി അങ്ങനെയൊന്നും സംസാരിക്കാറുള്ളതല്ല. മാധവിയമ്മ ഇതിനിടയിൽ അങ്ങോട്ട് വന്നു. ജാനകി, ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? ഇവിടുത്തെ ആണുങ്ങളൊക്കെ എവിടെ പോയി? ജാനകിയമ്മ മൗനമായി നിന്നു. ആരും എന്താ ഒന്നും മിണ്ടാത്തെ? ആഹാ, മുത്തശ്ശി ഇതുവരെ അറിഞ്ഞില്ലേ? കൃഷ്ണകുമാരി പരിഹാസ സ്വരത്തിൽ ചോദിച്ചു. ഗോപിമാമൻ്റെ മോൻ ദിനേശൻ ഒരാളെ കൊന്നൂന്ന്. വേറെ ആരെയുമല്ല, സ്വന്തം മുതലാളിയെ തന്നെ. മാധവിയമ്മ നടുങ്ങിത്തെറിച്ചു നിന്നു. ഇത് സത്യമാണോ ജാനകി? അവർ വിശ്വാസം വരാതെ ജാനകിയമ്മയെ തുറിച്ചു നോക്കി. എനിക്കറിയില്ല. ജാനകിയമ്മയുടെ ഒച്ച പതറി. ഞാനും ഇങ്ങനെയൊക്കെ കേട്ടു. രാത്രി 8 മണിയോടെ പരവശനായി ഗോപിനാഥൻ കയറി വന്നു. അവൻ ചതിച്ചല്ലോ ചേച്ചി. അയാൾ നെഞ്ചത്ത് കൈവച്ച് വിലപിച്ചു. അവനെ ഇനി ആര് രക്ഷിക്കും? അവൻ്റെ ജീവിതം തുലഞ്ഞല്ലോ. ജാനകിയമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഒരാളെ കൊന്നവനെക്കുറിച്ചാണ് വിലാപം. ശ്രീനിയും ചന്ദ്രബാബു എവിടെ? ഗോപിനാഥൻ തിരക്കി. എന്തെങ്കിലും ചെയ്യണമല്ലോ. പോലീസുകാർ അവനെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വരികയാ, രക്ഷയില്ല. അയാൾ സർവവും തകർന്ന പോലെ ഭിത്തിയിലേക്ക് ചാരി. ഗോപി, നേതാക്കന്മാരെ ആരെയെങ്കിലും കണ്ടോ? എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ആരും സ്ഥലത്തില്ല. ഏതെങ്കിലും വക്കീലിന് ചെന്ന് കാണുകയല്ലേ വേണ്ടത്? അതിനു മുമ്പ് അവൻ്റെ കാര്യം നോക്കണ്ടേ? പോലീസ് തല്ലിച്ചതയ്ക്കുന്നതിന് മുമ്പേ. ശ്രീനിക്ക് DYSPയെ പരിചയമുണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരൊക്കെ എവിടെ പോയിരിക്കുക? അവർ വൈകുന്നേരം പോയതാ, വന്നില്ല. രഘുവിൻ്റെ കാര്യം എന്തായി? വല്ലതും അറിഞ്ഞോ? ജാനകിയമ്മ കണ്ണു മിഴിച്ചു. രഘുവിന് എന്തു പറ്റി? അതറിഞ്ഞില്ലേ? മണിയുടെ കൂടെ രഘു ഉണ്ടായിരുന്നു. മണിയും രഘുവരനും കൂടിയാണ് പനങ്ങാട്ടിരിയിലെ കളത്തിൽ ചെന്നതെന്നും വാസുദേവൻ്റെ ഇളയ മകളെ മണി മാനഭംഗപ്പെടുത്തിയെന്നും രഘുവരൻ്റെ മുന്നിലിട്ടാണ് ദിനേശൻ മണിയെ കൊലപ്പെടുത്തിയെന്നും രഘുവരൻ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നും ഗോപിനാഥൻ പറഞ്ഞപ്പോൾ ജാനകിയമ്മ പകച്ചു നിന്നുപോയി. ഞാൻ പോകുക, അവരെവിടെയുണ്ടെന്ന് അന്വേഷിക്കട്ടെ. ഗോപിനാഥൻ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി. ജാനകിയമ്മ തളർന്ന് സെറ്റിയിലേക്കിരുന്നു. ശ്രീനിവാസനും ചന്ദ്രബാബുവും കൂടി നടത്തിയ രഹസ്യ സംഭാഷണങ്ങളുടെയും അവർ വേഗം വീട് വിട്ട് പുറത്തേക്ക് പോയതിൻ്റെയും പൊരുൾ ഇപ്പോഴേ ജാനകിയമ്മയ്ക്ക് മനസ്സിലായുള്ളൂ. അവർ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ച് കാത്തിരുന്നു. ശ്രീനിവാസനോ ചന്ദ്രബാബുവോ രഘുവരനോ മടങ്ങി വന്നില്ല. നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ റൈസ് മില്ലിലെ മാനേജർ മുരളീധരൻ ജാനകിയമ്മയെ ഫോണിൽ വിളിച്ചു. അയാൾ കുറെ കൂടി വിശ്വസനീയമായി വിവരങ്ങൾ നൽകി. ഇളയ പെണ്ണ് കളത്തിൽ തനിച്ചായിരുന്നു. മണിയും രഘുവരനും കൂടി ജീപ്പിലാ ചെന്നത്.
മണി അവളെ കളപ്പുരയിലിട്ട് ഉപദ്രവിച്ചു. രഘുവരൻ പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നെന്ന ആളുകൾ പറയുന്നത്. ആ സമയത്താണ് ദിനേശൻ എത്തിയതും സംഭവങ്ങൾ നടന്നതും. ഈശ്വര, തൻ്റെ മകൻ, അവനും ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? എങ്ങനെ ഇതുപോലൊരു ദുർബുദ്ധി അവന് തോന്നി? അമ്മ രണ്ടാണെങ്കിലും കല്യാണി അവന് സഹോദരി സ്ഥാനത്ത് നിൽക്കുന്നവളല്ലേ? ജാനകി അമ്മയ്ക്ക് ഓർക്കും തോറും ഇരിപ്പുറയ്ക്കുന്നില്ല. നെഞ്ച് നീറി പുകയുകയാണ്. കാലത്ത് 11 മണി ആയപ്പോൾ മാനേജർ മുരളീധരൻ വീണ്ടും വിളിച്ചു. അയാളുടെ നാവിൽ നിന്ന് വെള്ളിടി പോലെ ആ വാർത്തയും വീണു. വാസുദേവൻ്റെ ഇളയ മകൾ കല്യാണി ആത്മഹത്യ ചെയ്തു. പിന്നീട് അയാൾ പറഞ്ഞതൊന്നും ജാനകി അമ്മയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടവളെപ്പോലെ അവർ ഫോണിൻ്റെ റിസീവറും കയ്യിൽ പിടിച്ച് നിന്നു. ചിങ്ങഞ്ചിറയിൽ പോലീസ് അവരുടെ നടപടികൾ പൂർത്തിയാക്കിയായിരുന്നു. ബ്ലേഡ് കൊണ്ട് 2 കൈയിലെയും ഞരമ്പ് മുറിച്ചായിരുന്നു കല്യാണിയുടെ ആത്മഹത്യയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൈ രണ്ടും അവൾ ചിറയിലെ വെള്ളത്തിലേക്ക് താഴ്ത്തിയിട്ടിരുന്നു. ചിങ്ങഞ്ചിറയിൽ തടിച്ചുകൂടിയ ജനാവലിക്കിടയിലൂടെ ആംബുലൻസ് എത്തിച്ചേർന്നു. കല്യാണിയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി പോസ്റ്റ്മോർട്ടത്തിനായി അത് ജില്ലാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. രാത്രി മുഴുവൻ നെഞ്ചിൽ തീയുമായി വാസുദേവൻ്റെ അരികെ ഭിത്തിയിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു മീനാക്ഷി. കല്യാണിയെ തിരക്കി രാത്രി 12 മണിക്കും പോലീസ് എത്തിയിരുന്നു. വാസുദേവൻ ഇടയ്ക്കിടെ കണ്ണു തിരിച്ച് മീനാക്ഷിയെ നോക്കി. ബുദ്ധി മന്ദീഭവിച്ചു പോയ ഭയവിഹ്വലയായ ഒരു പെൺകുട്ടിയെപ്പോലെ ശൂന്യമായ നോട്ടത്തോടെ നിശ്ചലയായി ഇരിക്കുകയാണവൾ. ആ ഇരിപ്പിൽ എപ്പോഴോ കല്യാണിയെക്കുറിച്ചുള്ള ഓർമ്മ ഇടിമിന്നൽ പോലെ തലച്ചോറിലേക്ക് കത്തിക്കയറും. ആരോ പിടിച്ചു കുലുക്കിയതുപോലെ അവൾ നടുങ്ങി വിറയ്ക്കും. കാൽമുട്ടുകളിലേക്ക് മുഖം പൂഴ്ത്തി വിങ്ങിക്കരയും. നെഞ്ചു പൊട്ടുമെന്ന് തോന്നിയപ്പോഴെല്ലാം അവൾ വാസുദേവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി ഇടനാഴിയുടെ ചുമരിൽ തലചേർത്ത് വെച്ച് ഏങ്ങലടിച്ചു. അവൾ ഓരോ തവണയും തിരികെ വന്ന് അടുത്തിരിക്കുമ്പോൾ വാസുദേവൻ്റെ തളർന്ന കണ്ണുകൾ അവളുടെ നേർക്ക് തിരിയും. കല്ല് വന്നില്ലേ, എനിക്കെൻ്റെ മോളെ കാണണം. ആ ദീനവിലാപം പുലർച്ചെയാകുമ്പോഴേക്കും കേവലൊരു ഞരക്കം മാത്രമായി. രാവിലെ മീനാക്ഷി നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിൽ ഓടിയെത്തി. അച്ഛൻ സംസാരിക്കണില്ല, വിളിച്ചിട്ട് മിണ്ടണില്ല, നേരെ നോക്കുന്നുപോലുമില്ല. അവൾ കരഞ്ഞു. നേഴ്സുമാർ വന്നു നോക്കി. ശരിയാണ്, ദുർബലമായ കോർക്കം വലി പോലെ ഒരു ഞരക്കം തൊണ്ടയിലുണ്ട്. മീനാക്ഷി കുലുക്കി വിളിക്കുമ്പോഴെല്ലാം മൂളുന്നുമുണ്ട്. പലതവണ വിളിക്കുമ്പോൾ ബന്ധപ്പെട്ട് കണ്ണു തുറക്കും. കൃഷ്ണമണികൾ ഒരിടത്തും ഉറയ്ക്കാതെ മറിഞ്ഞു പോകും. പിന്നെ കൺപോളകൾ അടയും. നേഴ്സുമാർ അല്പം മാറി നിന്ന് അടക്കി പിടിച്ച് സംസാരിച്ചു. അവരിലൊരാൾ മീനാക്ഷിയെ ആശ്വസിപ്പിച്ചു. കുട്ടി പേടിക്കണ്ട, ഡോക്ടർ വന്നു നോക്കിക്കൊള്ളും. നേഴ്സുമാർ തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കച്ചടവോടെ ഡ്യൂട്ടി ഡോക്ടർ വന്ന് വാസുദേവനെ പരിശോധിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. അല്പസമയത്തിനുള്ളിൽ നേഴ്സുമാർ ഒരു ഡ്രിപ്പ് സ്റ്റാൻഡ് തള്ളിക്കൊണ്ടു വന്നു. വാസുദേവൻ്റെ കൈത്തണ്ടയിലേക്ക് ഡ്രിപ്പ് കണക്ട് ചെയ്ത ശേഷം അവർ തിരിച്ചുപോയി. വാസുദേവനെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ 9 മണിയായപ്പോൾ റൗണ്ട്സിന് വന്നു. അയാൾ സ്റ്റെതസ്കോപ്പ് വെച്ച് വാസുദേവനെ പരിശോധിച്ചു. കൈത്തണ്ട പിടിച്ച് നാഡീമിടിപ്പ് നോക്കി. അടഞ്ഞ കൺപോളകൾ തുറന്നു പിടിച്ച് നോക്കി. ഡിസ്ചാർജ് എഴുതിയേക്കട്ടെ, അയാൾ മീനാക്ഷിയോട് ചോദിച്ചു. മീനാക്ഷി പകച്ചിരുന്നു. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. വീടോ? ഏത് വീട്? വീടില്ല ഡോക്ടർ. അങ്ങനെയൊക്കെ പറയാൻ ഭാവിച്ചെങ്കിലും അവൾക്ക് ശബ്ദം കിട്ടിയില്ല. വിസമ്മതാർത്ഥത്തിൽ തല ചലിപ്പിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ഇവിടെ കിടത്തിയിട്ടും കാര്യമൊന്നുമില്ല. ജീവനുള്ളപ്പോൾ വീട്ടിലെത്തിക്കുന്നതല്ലേ നല്ലത്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാം, ഒരുക്കങ്ങൾ നടത്താം. മാത്രമല്ല ഇവിടത്തേക്കാൾ കുറച്ചുകൂടി വൃത്തിയും വെടുപ്പും സൗകര്യവും സമാധാനവും ഒക്കെ കിട്ടുമല്ലോ. മീനാക്ഷി നടുങ്ങി തരിച്ചിരുന്നു. അച്ഛൻ മരിക്കാൻ പോവുകയാണെന്നാണോ ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം? അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാനും വേണ്ട ഒരുക്കങ്ങൾ നടത്താനും. ഇന്ന് തന്നെ കൊണ്ടുപോയിക്കോ. ഡിസ്ചാർജ് ഇപ്പം തന്നെ എഴുതിയേക്കാം. ഡോക്ടറുടെ വാക്കുകൾ അവളെ കിടിലം കൊള്ളിച്ചു. വേണ്ട ഡോക്ടർ. പെട്ടെന്ന് അവൾ കൈയെടുത്ത് അരുതെന്ന് അപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് വീടില്ല ഡോക്ടർ. മീനാക്ഷി ഒരു തേങ്ങി കരച്ചിലോടെ പറഞ്ഞു. വീടില്ലെന്നോ? പിന്നെ എവിടാ താമസിച്ചിരുന്നേ? ബന്ധുക്കളെങ്കിലും കാണാണ്ടിരിക്കില്ലല്ലോ. ആരുമില്ല ഞങ്ങൾക്ക്. ഡോക്ടർക്ക് അത് ശരിക്കും മനസ്സിലായില്ല. അയാൾ അവളുടെ കരഞ്ഞു തിണർത്ത മുഖത്തേക്ക് നോക്കി ഏതാനും നിമിഷം നിന്നു. ഇത്രയുമോ ഇതിനേക്കാൾ ദാരുണമോ ആയ അനേകം രംഗങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുള്ള ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ കടന്നുപോയി. ട്രിപ്പ് ചെയ്തപ്പോൾ വാസുദേവൻ്റെ മയക്കത്തിനും ക്ഷീണത്തിനും അല്പം കുറവ് കണ്ടു. അയാൾ കണ്ണു തുറന്ന് മീനാക്ഷിയെ നോക്കി. പിന്നെ പാസേജിന് നേർക്ക് കണ്ണയച്ചു.
വീണ്ടും ചോദ്യഭാവത്തിൽ കണ്ണുകൾ മീനാക്ഷിയുടെ നേർക്ക് തിരിഞ്ഞു. കല്യാണി എവിടെയെന്ന് അന്വേഷിക്കുകയാണ്. മീനാക്ഷി നിറകണ്ണുകളോടെ മുഖം തിരിച്ചു കളഞ്ഞു. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും എത്രയോ വട്ടം ആശുപത്രി വരാന്തയിലും മുൻവശത്തെ ഗേറ്റിലും ചെന്ന് കല്യാണിയെ കാത്തു നിന്നിട്ടുണ്ടെന്ന് അവൾക്കേ അറിയൂ. അതിനപ്പുറം എന്തു ചെയ്യണമെന്ന് അവൾക്കൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. വാസുദേവൻ കൈയെടുത്ത് മീനാക്ഷിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എന്നിട്ട് അസ്പഷ്ടമായി എന്തോ ചോദിച്ചു. അക്ഷരങ്ങൾ ശരിക്ക് തെളിഞ്ഞില്ല. അതൊരു മൃഗത്തിൻ്റെ ദീനമായ ഞരക്കം പോലെ തോന്നിച്ചു. കല്ലുമോളെ കാണണമെന്ന് പറയുകയാണെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി. അവൾ ഏങ്ങലടിച്ചുകൊണ്ട് മുഖം കുനിച്ചിരുന്നു. വാസുദേവൻ്റെ വിറയാർന്ന വിരലുകൾ അവളുടെ കൈത്തണ്ടയിൽ നിന്നും ഊർന്നുപോയി. 11:30 മണി കഴിഞ്ഞപ്പോൾ SI രാമനാഥൻ ആശുപത്രി വാർഡിലേക്ക് വന്നു. പോലീസിനെ കണ്ടതും മീനാക്ഷി ഞെട്ടി എണീറ്റു. കല്യാണിയെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്നും തന്നെ ചോദ്യം ചെയ്യാൻ വരികയാണെന്നും കരുതി അവൾ ചകിതയായി നിന്നു. SI രാമനാഥനോടൊപ്പം അവൾക്ക് പരിചയമില്ലാത്ത ഒരു ഡോക്ടറും അറ്റൻഡറും ഉണ്ടായിരുന്നു. SI ഡ്രിപ്പിട്ട് കിടക്കുന്ന വാസുദേവനെ നോക്കി. എന്നിട്ട് മീനാക്ഷിയോട് ചോദിച്ചു, നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? മീനാക്ഷി അച്ഛനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തിട്ട് മൗനമായി നിന്നു. നിന്റെ അനുജത്തിയുടെ പേരെന്താണെന്നാ പറഞ്ഞത്? SI ചോദിച്ചു. കല്യാണി. ഓ കല്യാണി, ഞാൻ ഓർക്കുന്നു. അച്ഛന് എഴുന്നേൽക്കാൻ പറ്റുമോ? ഇല്ല, ഇന്നലെ രാവിലെ മുതൽ സംസാരിക്കാനും വയ്യ. SI ഡോക്ടറെ നോക്കി. എന്നിട്ട് മീനാക്ഷിയോട് ചോദിച്ചു, നിന്റെ പേരെന്താ? മീനാക്ഷി. നീ ഞങ്ങളോടൊപ്പം താഴെയൊന്ന് വരണം. മീനാക്ഷി അമ്പരപ്പോടെ ഡോക്ടറെയും പോലീസിനെയും മാറി മാറി നോക്കി. പെട്ടെന്ന് തിരിച്ചു പോരാം, എല്ലാം കൂടി ഒരു 10 മിനിറ്റ്. അതുവരെ അച്ഛൻ്റെ അടുത്ത് ഈ അറ്റൻഡറോ നേഴ്സോ നിന്നോളും. SIയുടെ ശബ്ദത്തിനൊരു സൗമ്യഭാവമുണ്ടായിരുന്നത് മീനാക്ഷിക്ക് ആശ്വാസകരമായി തോന്നി. അനുവാദത്തിനെന്ന പോലെ അവൾ വാസുദേവനെ നോക്കി. വരൂ. SI മുമ്പേ നടന്നു. പിന്നാലെ ഡോക്ടർ. അതിനും പിന്നിൽ മീനാക്ഷി. താഴെ ഇറങ്ങി ആശുപത്രി കെട്ടിടത്തിൻ്റെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് ലാബിൻ്റെയും മെഡിക്കൽ കെയറിൻ്റെയും അരികിലൂടെ അവർ നടന്നുപോയി. കുഷ്ഠരോഗികൾക്കായുള്ള വാർഡിൻ്റെ ഇടതുവശത്തെ മതിൽക്കെട്ടും വളപ്പുമുള്ള ചെറിയ കെട്ടിടത്തിൻ്റെ ഗേറ്റ് കടന്ന് അവർ മോർച്ചറി എന്ന ബോർഡ് എഴുതി വെച്ചതിന് കീഴിലൂടെ വരാന്തയിൽ ചെന്ന് കയറി. സെക്യൂരിറ്റി ഗാർഡ് വാതിൽ തുറന്നുകൊടുത്തു. മീനാക്ഷി വാതിലിന് വെളിയിൽ അന്താളിച്ചു നിന്നു. തന്നെ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഭയവും സംശയവും അവളുടെ കണ്ണുകളിൽ ഓളം വെട്ടി. കയറി വരൂ, ഒരു ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനാ, SI രാമനാഥൻ പറഞ്ഞു. വെള്ള കച്ച കൊണ്ട് മൂടിപ്പൊതിപ്പിച്ച 2 മൃതദേഹങ്ങൾ മേശകളിൽ കിടത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ പാദം മുതൽ നെറുക വരെ ഒരു വിറ പടർന്നു കയറി. മോർച്ചറിക്കുള്ളിൽ വൈദ്യുതി വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാ ഇവിടെ, SI മീനാക്ഷിയെ വിളിച്ചു. വാതിൽ കടന്നപാടെ തറഞ്ഞു നിന്നുപോയ മീനാക്ഷി പതുക്കെ അയാളുടെ സമീപത്തേക്ക് നീങ്ങി. അവിടെ കശാപ്പുശാലയിലെ മേശ പോലെയുള്ള ഒരു സ്ലാബ്. പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സ്ഥലമാണത്. സ്ലാബിന് മീതെ ശവക്കച്ചിയിൽ പൊതിഞ്ഞ മൃതദേഹം. ഇങ്ങടുത്തു വരൂ. SI അവളുടെ കൈ പിടിച്ച് സ്ലാബിന് മുന്നിലേക്ക് നീക്കി നിർത്തി. പിന്നെ മൃതശരീരം മൂടിയ ശവക്കച്ച താഴേക്ക് വലിച്ചു മാറ്റി. കല്യാണിയുടെ മരവിച്ച മുഖമാണ് ആദ്യം മീനാക്ഷി കണ്ടത്. നെഞ്ചിൽ നിന്ന് പൊട്ടിക്കീറിപ്പുളഞ്ഞ ഒരു ഇടിമിന്നലിൽ അവൾ പച്ചയ്ക്ക് കത്തിക്കരിഞ്ഞു. എൻ്റെ മോളെ എന്നൊരു ആർത്തനാദം അവളുടെ നെഞ്ച് തകർത്ത് തൊണ്ടയിൽ വന്ന് ഞെരിഞ്ഞമർന്നു. രാമനാഥനെ കൈനീട്ടി പിടിക്കാൻ കഴിയുന്നതിന് മുമ്പേ അവൾ കുഴഞ്ഞു വീണു. സ്റ്റേഷന് മുന്നിൽ ജീപ്പ് നിർത്തി ബലിക്കളം സുരേന്ദ്രൻ നേരെ SI രാമനാഥൻ്റെ മുറിയിലേക്ക് കയറി വന്നു. അയാൾ ആകെ വിറളി പിടിച്ച മട്ടിലായിരുന്നു. ആ സുരേന്ദ്രനോ? ഇരിക്ക്, രാമനാഥൻ പറഞ്ഞു. എടോ, ആ ഡോക്ടർ ഒരു തരത്തിലും അടുക്കുന്നില്ലല്ലോ. പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ലെന്ന് പറഞ്ഞ പോലെയാണല്ലോ അയാൾ. ഡോക്ടർ എന്തു പറഞ്ഞു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ പെണ്ണ് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് അയാൾ എഴുതി വയ്ക്കുമെന്ന്. റിപ്പോർട്ടിൽ മായം ചേർത്താൽ പിന്നീട് അയാൾക്കത് പാരയായിട്ട് വരുമെന്ന അയാളുടെ പേടി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കുറച്ച് മുമ്പാ കഴിഞ്ഞത്. ഞാൻ മോർച്ചറി കയറി കണ്ടു. കഴിവറുടെ മോളുടെ ശവം കീറി മുറിച്ചിട്ട് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നത്. എൻ്റെ അനുജനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ അവൾ കൊല്ലങ്കോട്ടേക്ക് വന്നത്. എന്നിട്ട് അവൾ പോയി ചത്തിരിക്കുന്നു. ആ പട്ടിച്ചിക്ക് 2 ദിവസം മുമ്പേ ചത്തുകൂടായിരുന്നോ? മണി രക്ഷപ്പെട്ടേനല്ലോ. രോഷാകുലനാണ് സുരേന്ദ്രൻ. ചാവാനിരുന്ന അവക്ക് വേണ്ടിയാണല്ലോ മറ്റേ പട്ടിയുടെ മോൻ എൻ്റെ അനുജനെ കൊന്നത്. ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല രാമനാഥ. മണിയുടെ ബോഡി അത് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടി. അതിനൊക്കെ കൈമടക്ക് മേടിക്കാൻ ഡോക്ടർക്ക് ഒരു ഉളുപ്പുമില്ല.
റിപ്പോർട്ടിൽ മാറ്റി എഴുതണമെന്ന് പറയുമ്പോൾ കൈ വിറയ്ക്കും. സംഗതി ഒടുവിൽ എങ്ങനെയാക്കി? പെണ്ണ് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ അയാൾ എഴുതും. അതിന് മാറ്റമില്ല. മണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം വിട്ടുകളയാമെന്ന് സമ്മതിച്ചു. അവൻ്റെ കാര്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. ആ, അത് മതിയല്ലോ. എനിക്കത് പോരാ. മറ്റവനെ കഴിവേറ്റണം. മാത്തൂര് രഘുവരനെ കൂടി പ്രതി ചേർക്കാൻ വല്ല വഴിയുണ്ടോ? അതെന്തിനാ? അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവനില്ലായിരുന്നു സ്ഥലത്ത്. ദിനേശൻ മണിയെ കൊല്ലുന്നത് കണ്ടിട്ട് ആ പട്ടി ചെറുവിരലനക്കിയോ? ചുമ്മാ കണ്ടു നിന്നില്ലേ? അവൻ മനസ്സ് വെച്ച മണിയെ രക്ഷിക്കായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അവൻ അനങ്ങാത്തത്? അവന്മാർ രണ്ടും ഒരു ചോരിയ രാമനാഥ. മാത്തൂരെ ജാനകിയമ്മയുടെ ആങ്ങളയുടെ മകനാണല്ലോ അവൻ. ഏയ്, അങ്ങനൊന്നുമല്ല സംഭവം. രഘുവരൻ വിരണ്ടുപോയി. അവൻ ഓടിക്കളഞ്ഞു. എനിക്കിപ്പം അവനും മറ്റവനും ഒന്നുപോലെയാ. രാമനാഥനൊരു കാര്യം ചെയ്യണം. മഹസർ എഴുതുമ്പോൾ ഒരു പഴുതു വിട്ടേക്കരുത്. നന്ദി കെട്ട കള്ള നായിൻ്റെ മോൻ രക്ഷപ്പെടാൻ പാടില്ല. അതൊക്കെ ഞാനേറ്റു. ആ ഡോക്ടറുടെ കാര്യത്തിൽ എങ്ങനാ? സുരേന്ദ്രൻ പേടിക്കണ്ട. മറ്റേ പെണ്ണ് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നേയുള്ളൂ. അവളെ ഉപദ്രവിച്ചതും മണിയല്ല, മറ്റാരോ ആണ്. പോരെ? മതി. സുരേന്ദ്രൻ എഴുന്നേറ്റു. ഞാൻ പോവാ. 5 മണിക്ക് ശവദാഹം. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ചെന്നിട്ട് വേണം ആലത്തൂരേക്ക് കൊണ്ടുപോകാൻ. ബന്ധുക്കളെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നതേയുള്ളൂ. കാണാം. സുരേന്ദ്രൻ SIയുടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അല്പനേരം തല തടവി ആലോചിച്ചിരുന്നിട്ട് രാമനാഥൻ ഫോണിൽ ശ്രീനിവാസനെ വിളിച്ചു. അരമണിക്കൂറിനകം ചന്ദ്രബാബുവിനെയും രഘുവരനെയും കൂട്ടി തൻ്റെ ക്വാർട്ടേഴ്സിൽ വരാൻ നിർദ്ദേശിച്ചു. അനന്തരം അയാൾ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു. 20 മിനിറ്റിനുള്ളിൽ ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും രാമനാഥൻ്റെ ക്വാർട്ടേഴ്സിലെത്തി. രാമനാഥൻ അവരെ അകത്തേക്ക് വിളിച്ചിരുത്തി സംസാരിച്ചു. അല്പം മുമ്പ് ബലിക്കളം സുരേന്ദ്രൻ വന്നിട്ട് പോയി. മണിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകിട്ടിയെന്ന് പറഞ്ഞു. 5 മണിക്ക് ശവദാഹം. പക്ഷേ അയാൾക്കൊരു നിർബന്ധം. അനുജൻ്റെ ശവം ചിതയിൽ വയ്ക്കുമ്പം അവൻ്റെ മേൽ ഒരു കളങ്കം അവശേഷിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ശ്രീനിവാസൻ്റെ നെറ്റി ചുളിഞ്ഞു. മണി ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്തിയെന്ന് കേസ് വരാൻ പാടില്ല. അത് ഞാനിവിടെ കൈകാര്യം ചെയ്തോളാം. പക്ഷേ രഘുവരൻ പറഞ്ഞുകൊണ്ട് നടക്കരുത്. എന്ന് മാത്രമല്ല, പോലീസിലും കോടതിയിലും മണിക്ക് അനുകൂലമായി മൊഴി നൽകുകയും വേണം. മണി കല്യാണിയെ റേപ്പ് ചെയ്തിട്ടില്ലെന്നും അങ്ങനെയൊരു അറ്റംപ്റ്റ് പോലും ഉണ്ടായിട്ടില്ലെന്നും. രഘുവരൻ്റെ മൊഴിക്ക് വലിയ വിലയുണ്ട്. കാരണം ഈ കേസിലെ ഏക ദൃക്സാക്ഷി രഘുവരൻ മാത്രമാ. എന്തിന്? രഘുവരൻ സാക്ഷി മാത്രമല്ലേ, പ്രതിയല്ലല്ലോ. സാക്ഷി പ്രതിയാകാൻ ഒരു വാക്ക് തിരുത്തിയാൽ മതി. കോടതി നോക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട്. ദിനേശനും രഘുവരനും കൂടി കല്യാണിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കളത്തിൻ്റെ ഉടമയായ മണി യാദൃശ്ചികമായി അവിടെ വരികയും രംഗം കാണുകയും തൻ്റെ കളത്തിൽ ഇത്തരം ദുഷ്പ്രവർത്തികൾ പറ്റില്ലെന്ന് പറഞ്ഞ് തടയുകയും അതിൽ രോഷാകുലരായി തീർന്ന ദിനേശനും രഘുവരനും ചേർന്ന മണിയെ നിർത്ത്. ശ്രീനിവാസൻ തടഞ്ഞ് കൈയുയർത്തി. മണി ആ പെണ്ണിനെ റേപ്പ് ചെയ്തത് നേരിൽ കണ്ട കോപാവേശത്തിൽ ചെയ്തു പോയതാണ് മണിയുടെ കൊലപാതകം എന്ന് വരുന്നതല്ലേ ദിനേശനെ സംബന്ധിച്ചിടത്തോളം കേസിനൊരു ബലം. മണി മാനഭംഗ ശ്രമം പോലും നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ദിനേശന് രക്ഷപ്പെടാനുള്ള പഴുത് അടഞ്ഞു പോകില്ലേ? ദിനേശനെ രക്ഷിക്കണമെന്ന് ആർക്കാ ഇത്ര നിർബന്ധം? SIയുടെ മുഖം ഇരുണ്ടു. ഞങ്ങളുടെ മാമൻ്റെ മോനാണല്ലോ. ഒരാപത്ത് വരുമ്പോൾ ഉപേക്ഷിക്കാൻ വയ്യ. ഓഹോ, എന്നാലൊരു കാര്യം ചെയ്യാം. രഘുവരനാണ് ആ പെണ്ണിനെ മാനഭംഗപ്പെടുത്തിയത്. രഘുവരനെ ദിനേശൻ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മണി തടസ്സം പിടിച്ചു. അതിനിടയ്ക്ക് ദിനേശൻ്റെ അടിയേറ്റ് മണി കൊല്ലപ്പെട്ടു. ഇങ്ങനൊരു തിരക്കഥ ബലിക്കളം സുരേന്ദ്രൻ തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇതിൽ ദിനേശന് രക്ഷപ്പെടാൻ ഒരു പഴുതും കിടപ്പുണ്ട്. പരിഹാസസ്വരത്തിൽ രാമനാഥൻ പറഞ്ഞു. ശ്രീനിവാസനും രഘുവരനും ചന്ദ്രബാബുവും പരസ്പരം നോക്കി. ആ ഫോർമുല അംഗീകരിക്കാനുള്ള സമ്മതം 3 പേരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം SI രാമനാഥൻ പറഞ്ഞു. അത് ഏറ്റെടുക്കാനോ സംസ്കരിക്കാനോ ആരുമില്ല. അവളുടെ ചേച്ചി ഡെഡ് ബോഡി കണ്ടപ്പോൾ ബോധം കെട്ട് വീണതാ. ഇതുവരെ സുബോധം വീണ്ടു കിട്ടിയില്ല. ആ കിഴവനാണെങ്കിൽ ഊർധ്വൻ വലിച്ചു കിടക്കുന്നു. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നേ? ചന്ദ്രബാബു ഈർഷ്യയോടെ ചോദിച്ചു. അതല്ലേ പറഞ്ഞത്, മോർച്ചറിയിൽ നിന്ന് ശവം ഏറ്റുവാങ്ങാൻ ആരുമില്ലെന്ന്. ബോധം കെട്ട് വീണവള് എപ്പോഴെങ്കിലും എണീക്കുമല്ലോ. അവളെ ഏറ്റെടുക്കട്ടെ, ശ്രീനിവാസൻ പറഞ്ഞു. 2 ദിവസത്തിൽ കൂടുതൽ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹോസ്പിറ്റൽ അധികാരികൾ സമ്മതിക്കില്ല. ആ പെണ്ണിന് ബോധം വീണാലും അവൾ ശവം ഏറ്റുവാങ്ങുമോ? ഏറ്റുവാങ്ങിയാൽ തന്നെ എവിടെ സംസ്കരിക്കും? അവർക്കിവിടെ വീടില്ല, ഒരു തുണ്ടും മണ്ണില്ല. ഇതൊന്നും ഞങ്ങളറിയേണ്ട വിഷയങ്ങളല്ല, ചന്ദ്രബാബു പറഞ്ഞു.
നിങ്ങളുടെ തന്തയ്ക്ക് ജനിച്ച മകളാണല്ലോ എന്ന് വിചാരിച്ചാ നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങളെ അറിയിച്ചില്ല. അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി ആചാരവിധികളോടെ ഞങ്ങളുടെ മണ്ണിൽ ശവസംസ്കാരം നടത്തിയേനെ എന്നൊന്നും പിന്നീട് പരാതി പറയരുത്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ആരും ഏറ്റുവാങ്ങാനില്ലാത്ത ശവം എന്തു ചെയ്യും? ശ്രീനിവാസൻ ചോദിച്ചു. അനാഥശവങ്ങൾ ഏറ്റെടുത്ത് സംസ്കരിക്കുന്ന ജോലി മുനിസിപ്പാലിറ്റിയുടേതാ. ചന്ദ്രനഗറിലെ ചുടുകാട്ടിൽ കൊണ്ടുപോയി അവർ ശവം ദഹിപ്പിച്ചോളും. അതാണ് നല്ലത്. ചന്ദ്രബാബു പൂർണ്ണ സമ്മതത്തോടെ തലകുലുക്കി. നോവൽ തുടരും.